യുക്രൈൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും കാസർഗോഡ് സ്വദേശിയായ അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ടത്. റഷ്യൻ ആക്രമണത്തിൽ 10 പേരാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് സിജു കണ്ണനാണ് ചേരുന്നത്. സിജു, ഏറെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയും. എന്താണ് വിവരങ്ങൾ? യുക്രൈൻ റഷ്യ യുദ്ധത്തിലാണ് കപ്പലിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ വാലിപ്ലാക്കൽ അഖിൽ ജോയൻ 26 വയസ്സുകാരനാണ് മരിച്ചത്. വെള്ളരിക്കുണ്ടിലെ ജോയൻ സാലി ദമ്പതികളുടെ മകനാണ്. ഇതിന് നാട്ടിൽ വന്ന ശേഷം വിവാഹം ഉറപ്പിച്ച് വർഷം മുമ്പാണ് ജോലിക്കായി തിരിച്ചുപോയത്. ഇന്ന് ഉച്ചയോടെയാണ് ജോലിസ്ഥലത്ത് നിന്നും മരണപ്പെട്ട വിവരം വീട്ടുകാർക്ക് ഇമെയിൽ സന്ദേശമായി ലഭിച്ചത്. യുക്രൈനിൽ ഒഡേസയുടെ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ റഷ്യ നടത്തിയ ആക്രമണത്തിലാണ് അഖിൽ ജോയനടക്കം 10 പേർ കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഗിനിയ ബിസാവു പതാകയുള്ള കപ്പലിന് നേരെയാണ് റഷ്യൻ ക്രൂസ് മിസൈൽ ആക്രമണമുണ്ടായതെന്നാണ് യുക്രൈൻ വ്യോമസേന അറിയിക്കുന്നത്. ഇന്ത്യൻ സിറിയൻ നാവികരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഗോൾഡൻ ഡിയോ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 8 പേരെ രക്ഷപ്പെടുത്തിയതായി യുക്രൈൻ നാവികസേന അറിയിച്ചു. 17 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇതിനു പുറമെ യുക്രൈൻ സ്വദേശിയായ പൈലറ്റും കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 10ാമത്തെ വയസ്സിലാണ് കപ്പലിൽ ജോലിക്ക് ചേർന്ന ജോയൽ. മികച്ച വടംവലി താരമായിരുന്നു. ഫിംഗർ പുള്ളിങ്ങിൽ വേൾഡ് റെക്കോർഡ് ഉടമയുമാണ്. അപകടം സംബന്ധിച്ച മറ്റു വിവരങ്ങളൊന്നും ബന്ധുക്കൾക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. കൂടുതൽ വിവരങ്ങൾക്കായി വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, യുക്രൈൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിലാണ് ഒരു മലയാളിയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.